കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സിത്താര കൃഷ്ണയോട് പറയണേ, മോളെ നീ എന്നെ അമ്മയിൽ നിന്ന് വിളിക്കണം, നിൻ്റെ വിളി കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്, എന്നെ ഒന്ന് അമ്മയെന്ന് വിളിക്കും മോളെ. അങ്ങനെ കൃഷ്ണ സിത്താരനെ അമ്മയെന്ന് വിളിക്കുവാണ്. അന്നേരം സന്തോഷത്തോടെ കൃഷ്ണയെ ചേർത്ത് പിടിക്കുവാണ്ടോ സിത്താര. ഈ സമയം പെട്ടെന്ന് തന്നെ കൃഷ്ണ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുവാണ്. അങ്ങനെ ആകെ അസ്വസ്ഥയിട്ട് കൃഷ്ണ ഇങ്ങനെ കട്ടിലിരിക്കുവാണ് കേട്ടോ. ഈ സമയം തങ്കം എഴുന്നേക്കുവാം. എന്തുപറ്റി, എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഒന്നുമില്ലമ്മേ, ഞാനൊരു സ്വപ്നം കണ്ടതാ. എനിക്ക് മനസ്സിലായി, സ്വപ്നത്തിൽ നീ സിത്താര മാഡത്തിനാണ് കണ്ടത് അല്ലേ മോളെ? ഈ അമ്മക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയൊക്കെ നിനക്ക് മറക്കാൻ ശ്രമിച്ചാലും ശരി, അത് നിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ആ മുഖം തെളിഞ്ഞു വരും. കാരണം അത് നിന്നെ പ്രസവിച്ച അമ്മയാണ്. അന്നേരം കൃഷ്ണ പറയുന്നുണ്ട്, ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുമായിരുന്നു അമ്മേ. അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ മാത്രം മതി. എന്നെ സ്നേഹിക്കാൻ എൻ്റെ ഈ അമ്മയുണ്ടല്ലോ, അതിനിടയിലേക്ക് ഇനി ആരും വരണ്ട. അന്നേരം തങ്കം പറയുന്നുണ്ട്, മോളെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ ഒരിക്കലും സിത്താര മാഡത്തെ നിനക്ക് മറക്കാൻ പറ്റില്ല. ആ ബന്ധം അങ്ങനെ വേർപ്പെടുത്തി കളയാനും പറ്റില്ല. 10 മാസം നിന്നെ വയറ്റിയെത്ത് ചുമന്ന് പ്രസവിച്ച സ്ത്രീയാണത്. എന്നും ഞാൻ നിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. പക്ഷേ സിത്താര മാഡം ഉണ്ടല്ലോ, നിൻ്റെ യഥാർത്ഥ അമ്മ, ആ അമ്മയുമായിട്ട് ഒന്നിക്കാൻ നിൻ്റെ മനസ്സ് തുടിക്കുന്നുണ്ട്. അതെനിക്ക് നല്ലപോലെ മനസ്സിലാവും. അതിന് നീ തന്നെ മുൻകൈ എടുക്കണം. സിത്താര മാഡത്തിനെ കൊണ്ട് നീ തന്നെ നിൻ്റെ മോളാണെന്ന് അംഗീകരിപ്പിക്കണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നിന്നെക്കൊണ്ട് എല്ലാ കാര്യവും സാധിക്കില്ലേ? ഈ ഒരു കാര്യം നീ സാധിച്ചെടുക്കണം. അങ്ങനെ ഒരു വാക്ക് നീ എനിക്ക് തന്നെ മോളെ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി നന്ദനും കൂടിയും പൂജയുടെ മറ്റു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സുമിത്രേനെയും അതുപോലെ ഗാഥേനെയും ഉദയനെയൊക്കെ വിളിപ്പിക്കുന്നുണ്ട്. അന്നേരം ഉദയനോട് മുത്തശ്ശി ചോദിക്കണേ, അല്ല കീർത്തി നിർമ്മല എവിടെ? അവർ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുവാമേ. ഞാൻ പറഞ്ഞതല്ലേ എല്ലാവരോടും ഒരുമിച്ച് വരണമെന്ന്. നാളെ വിഷുവാണല്ലോ, വിഷുവിനോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന പൂജയെക്കുറിച്ച് പറയാനാ. എന്നാണെങ്കിലും നിർമ്മല കീർത്തി തിരികെ വരട്ടെ, അപ്പം ഞാൻ അവരോട് പറഞ്ഞാലോ. സുമിത്രയും ഗാഥേ ഉദയ, നിങ്ങളോട് 3 പേരുടെയായിട്ട് പറയുവാണ്, വിഷുവിന് എല്ലാ കുടുംബങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ചില പ്രത്യേക പൂജാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. നാഗപൂജയാണ് അതിൽ മെയിനായിട്ടുള്ളത്. നമ്മുടെ കുടുംബം പണ്ട് മുതലേ നാഗദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണല്ലോ. അപ്പോൾ നാളത്തെ നാഗപൂജയിൽ ദമ്പതികളായിട്ടുള്ളവർ വേണം പൂജയ്ക്ക് നേതൃത്വം വഹിക്കാനും ഭംഗിയായിട്ട് പൂർത്തിയാക്കാനും ഒക്കെ. അപ്പോൾ സുമിത്രയും ഗാഥയും നിർമ്മലമായിരിക്കണം വ്രതമെടുത്ത് പൂജ ചെയ്ത് അതിനെല്ലാം നേതൃത്വം വഹിക്കേണ്ടത്. കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്ന് ഗാഥയോട് ചോദിക്കുക. അന്നേരം ഗാഥ ചോദിക്കണേ, അല്ല ഈ നാഗപൂജയൊന്നും തീർന്നില്ല ഇതുവരെ? ഈ സമയം ഉദയം പറയണേണ്, അന്ന് നാഗബലിയൊക്കെ നടത്തി ഇവൾ ഭംഗിയായിട്ട് നാഗശാപമൊക്കെ ഇവിടുത്തെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ പിന്നീട് അതിനുശേഷം ഇവിടെ നടത്തിയ ഓരോ പൂജയും ഇവൾ എന്തെങ്കിലും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അവസാനം എന്തെങ്കിലുമൊക്കെ കുളമാക്കി വെക്കും. അതുകൊണ്ട് ഗാഥയെ കൊണ്ടത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല എന്ന് ഉദയം പറയുവാണ്. അന്നേരം മുത്തശ്ശി പറയണേ, ഗാഥ ഇത് മോള് കൃത്യമായിട്ട് തന്നെ പൂർത്തിയാക്കിയിരിക്കണം. ഉദയ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് മോളെ വിഷമിപ്പിക്കാതെ. ഞാൻ ശ്രമിക്കാം മുത്തശ്ശി. ശ്രമിച്ചാൽ പോരാ, ഭംഗിയായിട്ട് ഒരു മുടക്കമില്ലാതെ ചെയ്യണം. മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ അത് ബാധിക്കാൻ പോകുന്നത് നവീനെ കൂടിയാണ്. സുമിത്രേ, ഗാഥ മോൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുക്ക്. വാ മോളെ എന്നും പറഞ്ഞ് സുമിത്ര ഗാഥയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുവാണ്. അന്നേരം ഉദയനോട് പറയുന്നുണ്ട്, അതെ നിർമ്മലയും കീർത്തിയും വരുമ്പോൾ എന്നെ വന്ന് കാണാൻ പറയണം. എന്നാൽ ശരി, ഉദയനും പൊക്കോ. ഈ സമയം ഗാഥ സുമിത്രയോട് ചോദിക്കുന്നുണ്ട്, എത്രയൊക്കെ ചെയ്താലും ഇവിടുത്തെ നാഗപൂജ ഇതൊന്നും തീരില്ലേ? ഇതിനൊന്നും ഒരു അവസാനമില്ലേ എന്നൊക്കെ ചോദിച്ചാണ് ഗാഥ അവിടെ നിന്നും പോകുന്നത്. അന്നേരം മുത്തശ്ശി നന്ദനോട് പറയണേ, കേട്ടില്ലേ അവൾ പറയുന്നത്? ആ കുട്ടിക്ക് അല്ലെങ്കിലും ഈ നാഗപൂജയിൽ ഒന്നിനും വിശ്വാസമില്ലല്ലോ. ഇത്രയും നാളും ഈ കുടുംബത്തിലെ ഓരോ പൂജയും വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം പൂർത്തിയാക്കിയത് കൃഷ്ണയാണ്. കൃഷ്ണമോളായിരുന്നെങ്കിൽ നമുക്കൊന്നിനും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പം അങ്ങനെയല്ലല്ലോ. ഗാഥ ഇത് ഭംഗിയായി പൂർത്തിയാക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അന്നേരം നന്ദൻ ചോദിക്കണേ, അമ്മേ ഇനി ഈ പൂജ ഗാഥയെ കൊണ്ട് നടത്താൻ ഉദ്ദേശിച്ചിട്ട് അതെന്തെങ്കിലും വിഘ്നം വരുത്തിയാൽ അതിൻ്റെ പേരിൽ വീണ്ടും നാഗകോപം ഉണ്ടാകുമോ? അതാണ് എൻ്റെ പേടിയും. ഈ സമയം മുത്തശ്ശി പറയണേ, എന്താണെങ്കിലും നമുക്ക് വരാനുള്ളത് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ലല്ലോ. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ദൈവമായിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു വഴി കാണിച്ചു തരും. പിന്നീട് കാണിക്കുന്നത് ഗാഥ നേരെ സിത്താരയുടെ അരികി വന്ന് ഈ പൂജേൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണ്. അന്നേരം അവരുടെ സിത്താര ചോദിക്കണേ, വീണ്ടും നാഗപൂജയോ? അതെ, നാഗപൂജ നടത്താനായിട്ട് എന്നെ അവിടെ കൊണ്ടുചെന്ന് നിർത്തിയുള്ള അവസ്ഥ എന്താണെന്നറിയാലോ. ഏതെങ്കിലും ഒരു നാഗം വന്ന് എന്നെ കുത്തും. അത് തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശവും. മോളെ നീ ഒരു കാരണവശാലും ആ നാഗപൂജയിൽ ഇരിക്കാൻ പാടില്ല. അത് റിസ്ക്കാണ്. ഇരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാമേ? ഞാനേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ അപ്പം കണ്ടെത്തിക്കൊണ്ടുവരും ഓരോ
പ്രശ്നങ്ങളും മറ്റുമൊക്കെ അതൊക്കെ അവിടുത്തെ നിലനിൽപ്പിൻ്റെ നിലയെ ബാധിക്കുന്നത്. അന്നേരം സിതാര പറയണേ, അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ മറ്റാർക്കും പ്രശ്നമില്ലാതെ പരിഹരിക്കാനായിട്ട് ഒരു മാർഗ്ഗം ഞാൻ കാണുന്നുള്ളൂ. എങ്ങനെയെങ്കിലും പറഞ്ഞ് അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കൃഷ്ണയെ തിരികെ കൊണ്ടുവന്ന് അവളെ കൊണ്ട് തന്നെ തൽക്കാലം ഈ നാഗപൂജ ചെയ്യിപ്പിക്കുക. അതേകൊണ്ടതും ഗാഥക്ക് അങ്ങ് ദേഷ്യം വരിക. അന്നേരം ഗാഥ പറയണേ, മമ്മി എന്താ പറയുന്നത്? ഇനി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? ഒന്നാമത് പലതവണ നവീൻ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവളെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവളെ വീണ്ടും നവീൻ്റെ മുമ്പിലേക്ക് എത്തിക്കാനോ? വേണ്ട, നാഗങ്ങളെന്നെ കൊന്നാലും സാരമില്ല, ഞാൻ തന്നെ ആ പൂജ ചെയ്തോളാം. നവീൻ്റെ ഒപ്പം ജീവിക്കേണ്ടത് ഞാനാ, അതെൻ്റെ ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടതും ഞാൻ തന്നെയാണ്. മമ്മി ഇനി ഇതിൻ്റെ പേരിൽ അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാനവിടെ നടക്കുന്നൊരു കാര്യം മമ്മിയെ ഒന്ന് അറിയിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ അവളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കൊന്നും വേണ്ട. ഞാൻ പോകുന്നു. അങ്ങനെ പറഞ്ഞ് ഗാഥ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സിനി പറയണേ, മാഡം ഇത്രയൊക്കെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായതല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗാഥ മാഡം ആ പൂജയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ വല്ലാതെ ടെൻഷനാവുന്നു. എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് സിനി, പക്ഷേ അവൾ പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ ടെൻഷനോട് കൂടി നിൽക്കുവാണ്ടോ സിതാര. പിന്നീട് കാണിക്കുന്നത് ലോട്ടറി ഏജൻസിയിൽ ലോട്ടറി കടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഗോപാലിനെയാണ്. ഈ സമയം കൃഷ്ണ അങ്ങോട്ടേക്ക് വരിക. ഗോപാലമാമ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ പൊളിക്കുമല്ലേ മോളെ? ഉച്ചക്ക് നറുക്കെടുപ്പിന് മുമ്പായിട്ട് എന്നെ ടിക്കറ്റ് എല്ലാം ഓൾമോസ്റ്റ് വിട്ടുതീരും. അല്ല ഗോപാലമാമ, താഴെ ഇത്രയും ചവറുകൾ? ഓ അതോ, ടിക്കറ്റിനെ പൈസയൊന്നും എടുക്കാത്ത ദേഷ്യത്തിൽ ആൾക്കാർ ഇവിടെ തന്നെ ടിക്കറ്റ് ചുരുട്ടി എറിഞ്ഞിട്ട് പോകുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ വൃത്തികേടാക്കി കിടക്കണോ? അതൊക്കെ ക്ലീൻ ചെയ്തിട്ടൂടെ? അങ്ങനെ പറഞ്ഞ് കൃഷ്ണതേനെ ചൂലെടുത്തടിക്കുവാണ്. അത് കാണുമ്പോൾ ഗോപാലൻ പറഞ്ഞേ, മോൾ എന്തായി കാണിക്കുന്നത്? ആ ചൂലൊക്കെ അവിടെ വെച്ചേ. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? മോളെ ഇപ്പോൾ പഴയ കൃഷ്ണയൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ അനിയൻ സാറിൻ്റെ മോളാണ്. അങ്ങനെയുള്ള മോള് ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നത് നാണക്കേടല്ലേ? പിന്നെ എനിക്കൊരു നാണക്കേടുമില്ല. അല്ലെങ്കിൽ തന്നെ അത്ര വലിയ വീട്ടിൽ ജീവിച്ച് ഞാൻ ശ്വാസം മുട്ടിയിരിക്കുവാണ്. ഒരു ജോലി എടുക്കാതിരുന്നാലേ എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് ഗോപാലൻ അമ്മേനെ തടയൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെയെല്ലാം അടിക്കുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ സെൽവൻ കൃഷ്ണക്കുള്ള ചായയുമായിട്ട് ചായ നീട്ടി അരികിലേക്ക് വരുന്നത്. അതുകൊണ്ട് കൃഷ്ണയും ഗോപാലനും ഒക്കെ അമ്പരപ്പോടെ നിൽക്കുവാണ്. അന്നേരം സെൽവൻ പറയണേ, കൃഷ്ണമോളെ ഇതാ ചായ കുടിക്കും. നിങ്ങൾക്കിതെന്താ പറ്റിയത്? ഈ ചായയിലെന്താ എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും വിഷം ഇട്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല മോളെ, ഞാൻ നമ്മുടെ ദേവൻചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാ. വേണമെങ്കിൽ അവിടെ ചോദിച്ചു നോക്കിക്കോ. അന്നേരം ആ കടയിലിരുന്ന ആൾക്കാരൊക്കെ ചോദിക്കണേ, അല്ല ഈ സെൽവന് ഇതെന്ത് പറ്റി? ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയോ? ഇത്രയും നാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂടിയത്, ഇപ്പോൾ ഇതെന്ത് പറ്റി? പുലിയെ പോലിരുന്ന ആൾ എലിയായി മാറിയല്ലോ. അന്നേരം സെൽവൻ പറയണേ, അതെ ഈ കൃഷ്ണമോള് കാരണമാണ്. നിങ്ങൾക്ക് കൃഷ്ണമോളെ അറിയാഞ്ഞിട്ടാണ്. കൃഷ്ണമോളുടെ നാട്ടിലുണ്ടല്ലോ, കൃഷ്ണമോളെ വലിയ ആളാണ്. വലിയ വലിയ പണക്കാരുമായിട്ടും അതുപോലെ ആ സ്റ്റാൻഡിലുള്ള മുഴുവൻ ഓട്ടോക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. എല്ലാവർക്കും കൃഷ്ണമോളെന്ന് പറഞ്ഞ ജീവനാണ്. വലിയ പിടിപാടുള്ള ആളാണ്. അതൊക്കെ കേട്ടിട്ട് കൃഷ്ണ പറയണേ, നിങ്ങളുടെ തലക്കെന്താ എന്തെങ്കിലും സംഭവിച്ചോ കാര്യമായിട്ട്? എന്തൊക്കെയാണ് പറയുന്നത്? അതെ, ഇയാൾക്ക് ഭ്രാന്ത് പിടിച്ചെന്നാണ് തോന്നുന്നത്. ഇന്നലെ എവിടെയോ പോയിട്ട് ശരിക്കും തലക്കൊരു അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇങ്ങനെ പിച്ചും വേയുമൊക്കെ വിളിച്ചു പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാവും. കൃഷ്ണമോളെ എൻ്റെ തലൈവിയാണ്, തലൈവി. അന്നേരം കൃഷ്ണ ഒന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുവാണ്. ഈ സമയം ഗോപാലൻ പറഞ്ഞേ, തലൈവി എന്ന് പറഞ്ഞാൽ വലിയ പദവിയാ മോളെ. മോൾക്ക് വലിയ പദവി തന്നെയാണ് ഇവൻ ചാർത്തി തന്നിരിക്കുന്നത്. എൻ്റെ ഗോപാലമാമ ഇയാളുടെ ഒരു കിളി പോയിന്നാണ് തോന്നുന്നത്. അന്നേരം സെൽവൻ പറയണേ, മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ മോളെ സഹായിക്കാനായിട്ട് ഓടിയെത്തിയിരിക്കും. ചായ കുടിച്ചോ, തണുപ്പിക്കണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞ് സെൽവൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗോപാലൻ പറയണേ, എന്താണെങ്കിലും അയാൾ അങ്ങനെ പറഞ്ഞു നന്നായി. ഈ നാട്ടുകാരുടെ ഇടയിൽ മോൾക്കൊരു മതിപ്പൊക്കെ ഉണ്ടാകുമല്ലോ. ആരും ഇനി മോളെ ശല്യം ചെയ്യാൻ വരില്ലല്ലോ. മാത്രമല്ല പറയുന്നത് ചീത്തക്കാരിയൊന്നുമല്ലല്ലോ, നല്ല കാര്യം തന്നെയല്ലേ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ മോളെ. പിന്നെ ഈ സമയത്തായിരിക്കോട്ടോ മോളിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. മോളിക്കുട്ടി നീയോ? നിനക്ക് ഓട്ടോ ഒന്നുമില്ലേ? അത് ശരി, ഇത്ര നേരം ഞാൻ പല സ്ഥലത്തും ഓട്ടോ ഒക്കെ ഓടി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ. അപ്പോഴേക്കും നീ എന്നെ ഓട്ടോ ഇല്ലേന്ന് ചോദിച്ച് വിടുവാണോ? അയ്യോ, ഞാൻ വെറുതെ ചോദിച്ചു പോയതാണേ. അല്ല ദുബായ് മാമ, ഇന്നെന്താ ഇവിടെ വലിയ മുതലാളിമാരൊക്കെ വന്നിരിക്കുന്നത്? ഈ സമയം ഗോപാലൻ പറയണേ, വന്നിരുന്നു എന്ന് മാത്രമല്ല, അത് ഈ കടയൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കൃഷ്ണമോള്. ഞാൻ പറയുമായിരുന്നു അനിയൻ സാറിൻ്റെ മോൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന്. അന്നേരം മോളിക്കുട്ടി പറയണേ, അല്ലെങ്കിൽ കൃഷ്ണ ഒരിക്കലും വന്ന വഴി മറക്കില്ല. അക്കാര്യം എനിക്ക് നല്ല ഉറപ്പാ. അല്ലേ കൃഷ്ണേ? നിനക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ? വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എനിക്കൊരിടത്തേക്ക് പോകാനില്ല മോളിക്കുട്ടി. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ സുനന്ദ കൃഷ്ണയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. സുനന്ദേച്ചിയെ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ കൃഷ്ണ ഫോൺ എടുക്കുക. സുനന്ദേച്ചി പറ. സുഖമല്ലേ സുനന്ദേച്ചി? എനിക്കൊരു കുഴപ്പമില്ല മോളെ. ഞാൻ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാ.
ഇവിടെ ഗാഥ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നാളെ വിഷുവാണല്ലോ. വിഷുവിനവിടെ കളരിക്കൽ എന്ന നാഗപൂജയും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതര പൂജയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ആ പൂജ നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഗാഥയും സിത്താരാമ്മയോടും നമ്മൾ സംസാരിക്കുന്നത് കേട്ടു. ഗാഥ അത് നടത്തും എന്നൊക്കെ പറഞ്ഞാൽ പോയത്. പക്ഷേ ഗാഥയുടെ സ്വഭാവം നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആ കുട്ടി അതൊരിക്കലും ഭംഗിയെ പൂർത്തിയാക്കാനൊന്നും പോകുന്നില്ല. ഈ പൂജയ്ക്ക് എന്തെങ്കിലും വിഘ്നം വരുത്തിയാലേ അത് ബാധിക്കാൻ പോകുന്നത് നവീനെ കൂടി ആയിരിക്കും. അതുകൊണ്ട് മോൾ ഈ പൂജ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അല്ലെങ്കിൽ അതിൻ്റെ ദോഷം നവീന് തന്നെയായിരിക്കും. അതൊക്കെ കൃഷ്ണ പറയണേ. സുനന്ദേച്ചി, ഇത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം. ഒന്നുമില്ലെങ്കിലും നവീന് വേണ്ടിയിട്ടല്ലേ. നവീന് ഒരു ദോഷവും വരാൻ പാടില്ല. ഞാൻ അതിനുള്ള വ്രതങ്ങളും പൂജകളും ഒക്കെ അനുഷ്ഠിച്ചോളാം. പിന്നെ എന്തൊക്കെ വേണമെന്ന് എങ്ങനെയാണ് പൂജകളെന്നും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിക്കോളാം. എന്നിട്ട് നാളെ നാഗക്ഷേത്രത്തിലും പോയി നവീന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ശരി മോളെ. അല്ല സുനന്ദേച്ചി, ഗോപാലമ്മയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഏയ്, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കുറച്ച് സീക്രട്ടായിട്ടാണ്. നീയും നവീനും സംസാരിക്കുന്നത് പോലെ. അതുകൊണ്ട് ഞങ്ങൾ പിന്നീട് സംസാരിച്ചോളാം. ഒന്ന് പോ സുനന്ദേച്ചി എന്ന് പറഞ്ഞ് കൃഷ്ണ വേഗം തന്നെ ഫോൺ കിട്ടുകയുമാണ്. അന്നേരം ഗോപാലൻ കാര്യം തിരക്കുമ്പോൾ സുനന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് മോളിക്കിട്ട് പറയണേ, അല്ലെങ്കിലും നവീന് വേണ്ടി ആ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഭാര്യയായി നീ തന്നെയല്ലേ. നവീൻ താലി കേട്ടത് നിൻ്റെ കഴുത്തിലാണല്ലോ. എത്ര വർഷം കഴിഞ്ഞാലും നവീൻ്റെ കൂടെ നിനക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രമായിരിക്കും. അക്കാര്യം എനിക്ക് ഉറപ്പാണ്. അന്നേരം ഗോപാലൻ പറയണേ, കണ്ടോ നവീനെ കൃഷ്ണമോളുടെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം മുതൽ എൻ്റെ വിശ്വാസം ഇത് തന്നെയാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതെ, മതി. രണ്ടാളുടെ സ്വപ്നം കാണലൊക്കെ നിർത്തിക്കോ. എനിക്ക് വേഗം പൂജയുടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാ. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തണം. മോളിക്കുട്ടി, നീ വേഗം വണ്ടിയെടുത്ത് നമുക്ക് കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ മോളിക്കുട്ടിക്കൊപ്പം അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പൂജാരിനെ കാണാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ. അന്നേരം പൂജാരിയോട് പറയണേ, അതെ ഗാഥമോള് പൂജകൾ മറ്റും അനുഷ്ഠിക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ മനസ്സിലല്ലാത്തൊരു ടെൻഷൻ പോലെ. ഈ സമയം തിരുമേനി പറയണേണ്, നാഗപൂജ നടത്തി നാഗപ്രതി നേടിയ ആ കുട്ടി വേണം ഈ പൂജകൾ നടത്താൻ. ആ കുട്ടിയുടെ സാന്നിധ്യം നാഗദൈവങ്ങൾ ആഗ്രഹിക്കുന്നതും. അല്ലാതെ മറ്റു കുട്ടിക്ക് ഒരിക്കലും അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അത് വലിയ ആപത്തിലേക്കായിരിക്കും നയിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു കുറച്ച് വിശ്വാസത്തിൽ ആ കുട്ടിയെ നാഗദൈവങ്ങളായിട്ട് തന്നെ നാളെ അവിടെ എത്തിക്കും. നവീൻ താലി കെട്ടിയ ആ പെൺകുട്ടി തന്നെയായിരിക്കും നാളെ നാഗപൂജ നടത്താനും പോകുന്നത്. തിരുമേനി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഞങ്ങളും കാത്തിരിക്കുന്നത് ആ ഒരു വരവിന് വേണ്ടിയിട്ടാണ്. അവളെ തന്നെയാണ് ഞങ്ങളുടെ നവീൻ്റെ പെണ്ണായിട്ട് കാണുന്നത്. അങ്ങനെ തിരുമേനിയുടെ വാക്കുകളൊക്കെ കേട്ട് കൃഷ്ണ അവിടെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ നിന്നും പോകുവാണ് കേട്ടോ സരസ്വതി അമ്മ. പിന്നീട് കാണിക്കുന്നത് ഗാഥ പൂജാമുറിയിൽ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അന്നേരം സുമിത്ര അങ്ങോട്ടേക്ക് വരുവാ. മോളിങ്ങനെ വ്രതമാണെന്ന് പറഞ്ഞ് മുഴുവൻ നേരം പൂജാമുറി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, മോളിങ് വാ. അങ്ങനെ പറഞ്ഞ് ഗാഥേനെയും കൂട്ടി പുറത്തേക്ക് വരുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ ഉദയനും കീർത്തിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം മുത്തശ്ശി ചോദിക്കണേ, കീർത്തി നീയോ? നീ ഇപ്പോഴാണോ എഴുന്നേറ്റ് വരുന്നത്? നിന്നോട് നേരത്തെ റെഡിയാകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഈ സമയം സുമിത്ര പറയണേ, ഗാഥ മോളെ കണ്ടുപിടിക്ക്. മോളെ ഇത്ര നേരമായിട്ടും അവിടെ പൂജാമുറിയിലായിരുന്നു. അത് കേട്ടിട്ട് കീർത്തി പറയണേ, പൂജാമുറിയിലെ വെറുതെ കണ്ണടച്ച് നിൽക്കുമായിരിക്കും. നേരത്തെ നാഗപൂജ ചെയ്ത ഗാഥയല്ലല്ലോ അതിരിപ്പം ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ കീർത്തിയുടെ ആ വാക്കുകൾ കേൾക്കുന്നതും ടെൻഷനിൽ നിൽക്കുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വിഷുദിനത്തിൽ നാഗപൂജ നടത്താനും അവിടുത്തെ വിഷുവാഘോഷത്തിൽ പങ്കെടുക്കാനുമായിട്ട് കൃഷ്ണയും അതുപോലെ മോണിക്കുട്ടിയും ശ്രീനിവാസനും ഒക്കെ കളരിക്കലെത്തുന്നുണ്ട്. അങ്ങനെ ഗാഥയ്ക്ക് പകരം കൃഷ്ണ തന്നെയാണ് കേട്ടോ അവിടെ നാഗപൂജ നടത്തുന്നത്. അങ്ങനെ കൃഷ്ണ കളരിക്കലെത്തിയതുകൊണ്ട് തന്നെ ഗാഥ അവിടെ അതേ കൃഷ്ണയിട്ട പോലത്തെ അതേ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഗാഥയും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഗാഥ അവിടെ മരത്തിൻ്റെ ഇടയിൽ പുറത്ത് മറിഞ്ഞ് ആകെ ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇതേ സമയം കീർത്തിയാണെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണയും ഗാഥയും രണ്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കാനായിട്ട് കീർത്തി ഈ രഹസ്യം എല്ലാവരോടും പറയാനായിട്ട് ഓടിപ്പോകുന്ന സീനും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്